നമ്മുടെ അലൈഡയുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയ സ്വർണ്ണ കമ്മലാണ്. ഈ കമ്മല് വയനാട്ടിലെ ദുരിതബാധിതരായ അനേകം മനുഷ്യരുടെ വീടിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി കൊടുക്കുകയാണ്. 3 വയസ്സുകാരി ആ 3 വയസ്സുകാരി തൻ്റെ ജന്മദിനത്തിന് കിട്ടിയ സ്വർണ്ണ കമ്മൽ വയനാടിന് നൽകുവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ ടി വിയിലൊക്കെ വരുന്ന വാർത്തകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്നൊക്കെ നമ്മളടുത്ത് ചോദിക്കുന്നുണ്ട്. പൂർണ്ണമായും മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി ആയിട്ടില്ലെങ്കിലും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. നമുക്ക് വീടുണ്ടല്ലോ, ബാക്കിയുള്ളവർക്ക് ഇവർക്കൊക്കെ എല്ലാം വീട് പോയിരിക്കുകയല്ലേ, അപ്പം നമുക്കൊരു സഹായം ചെയ്യാം. അവൾ ഓക്കെ ആയിരുന്നു. സഹായമാണ്. ഒറ്റ പ്രസവത്തിൽ ജനിച്ച 3 പെൺകുട്ടികളാണ്. അവരാൽ കഴിയുന്ന ഒരു സഹായം വയനാടിന് നൽകുക എന്ന ചിന്തയോട് അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ഒക്കെ കൊടുക്കുന്ന ചെറിയൊരു തുക, അത് കായ്ക്കുടുക്കയിൽ സൂക്ഷിച്ചിരുന്ന ആ കുടുക്ക ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. നീട്ടമൊക്കെ കൊടുക്കൂലേ, അത് കൂട്ടി വെച്ചിരുന്നതാണ്. അപ്പോൾ അവർക്ക് ഇത് ന്യൂസ് കണ്ടപ്പോൾ കൊടുക്കണമെന്ന് പറഞ്ഞു. മക്കൾ അങ്ങോട്ട് പറഞ്ഞതാണോ? ഇങ്ങോട്ട് പറഞ്ഞതാണ്. എന്ത് തോന്നി ആ സമയത്ത്? നമുക്ക് സങ്കടം തോന്നി ന്യൂസ് കണ്ടപ്പോൾ. ഇതുപോലത്തെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സാധനങ്ങളൊന്നും ഇല്ല, കളിപ്പാട്ടങ്ങളൊന്നും ഇല്ല എന്ന് കേട്ടപ്പോൾ അവർക്ക് സങ്കടം തോന്നി. അപ്പം അത് കണ്ടിട്ടാണ്. എന്തെങ്കിലും ചോദിച്ചോ? വയനാട് ഈ ഒരു സംഭവം വാർത്തയിൽ കണ്ട ദൃശ്യങ്ങൾ കണ്ടപ്പോൾ കുഞ്ഞുങ്ങളായതുകൊണ്ട് തന്നെ എന്തെങ്കിലും സംശയം തോന്നി, അങ്ങനെ എന്തെങ്കിലും എന്താണെന്നുള്ളത്? ആദ്യം അറിയില്ലായിരുന്നു. സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് ഇതൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ന്യൂസൊക്കെ ഇട്ട് അവർ തന്നെ ഇട്ട് നോക്കിയപ്പം അവർക്ക് ഭയങ്കര അവരുടെ പ്രായക്കാരെ കണ്ടപ്പം സങ്കടം തോന്നി. അപ്പോൾ എന്നോട് ചോദിച്ചു, അപ്പോൾ അവർക്ക് അമ്മ ഇല്ലാത്ത കുട്ടികൾ അവരെന്ത് ചെയ്യും അങ്ങനെയൊക്കെ ചോദിച്ചു. അവർക്ക് ബുക്കില്ലല്ലോ, എന്ത് ചെയ്യും ഇങ്ങനെയൊക്കെ ചോദിച്ചു. 3 പേരും കൂടെ സ്വരുക്കൂട്ടിയതാണോ? അതെ, ഒരുമിച്ചാണ്. ഒരുമിച്ചാണ്, ഒരു ക്ലാസ്സിലാണ്. ഒരുമിച്ച് അങ്ങനെ സംസാരിച്ച് അവർ തന്നെ തീരുമാനം എടുത്തതാണ്. ജീവിത ആവശ്യങ്ങൾക്ക്, പഠനത്തിനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് ശേഖരിച്ചിരുന്നൊരു തുകയാണ്. പക്ഷേ വയനാട്ടിലെ ഈ സംഭവങ്ങൾ കണ്ടപ്പോൾ അത് ടീച്ചേഴ്സ് അടക്കം സ്കൂളിൽ ചെന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ വളരെ വിഷമം തോന്നിയെന്ന്. തങ്ങളാൽ കഴിയുന്ന ഒരു സഹായം വയനാടിന് നൽകണമെന്നുള്ള കുട്ടികളുടെ ആ ഒരു ചിന്തയാണ് ഇന്ന് ഇവിടെ എത്തി ആ കായ്ക്കുടുക്ക നൽകിയിരിക്കുന്നത്.